ഇല്ലില്ല, മുഖ്യമന്ത്രി ഏത് കാര്യത്തിലാണ് ഈ ഭാഷയിലല്ലാതെ സംസാരിക്കുന്നത്? പ്രതിപക്ഷ നേതാവിന്റെ ആ ഒരു നിലയിൽ നിന്ന് അദ്ദേഹത്തിന് ഇത്രയും ദിവസത്തിനിടയിൽ മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹം എന്തെല്ലാമാണ് വിളിച്ചു പറയുന്നത്? അദ്ദേഹത്തെ പോലെ ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് വരുമ്പോൾ നിശ്ചയമായിട്ടും കുറച്ചുകൂടെ ഒരു പക്വതയും അല്ലെന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യങ്ങളിൽ കുറെ കൂടെ ഒരു ശ്രദ്ധയുമെല്ലാം ചെലുത്തേണ്ടതല്ലേ? ഇങ്ങനെ അത് ശരിയാണല്ലോ. അതാണല്ലോ ശൈലജ പറഞ്ഞത്. രാകേഷിന്റെ കൂടെ പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിൽ അവർ നല്ല ഓഫീസറാണ്, അവരെ മാറ്റേണ്ടിയിരുന്നില്ല എന്നുള്ള സാധാരണ ഒരു കോമൺ ടോക്ക് അത്രയേ ഉള്ളൂ. അവരെ മാറ്റിയത് ബോധപൂർവമായിരിക്കും. അവർ നല്ല ഓഫീസറായിരുന്നു, സ്റ്റേറ്റിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ഓഫീസറായിരുന്നു. മാറ്റി ആരെയാ വെച്ചത്? അവിടെയാണ് പ്രശ്നം വന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. രാകേഷ് ദീർഘകാലം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. ആ സന്ദർഭത്തിൽ വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് സിഇഒയുമായി അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ടുണ്ട്. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിലപ്പുറമുള്ളൊരു കാമ്പൊന്നും അതിനകത്തില്ല. ആരോപണമല്ല. അവര് നല്ലൊരു ഓഫീസറായിരുന്നു, അവരെ മാറ്റേണ്ട കാര്യമില്ല. മാറ്റിയത് ബോധപൂർവമാണ്. അവരുടെ നിലവിലുള്ള മുഖ്യമന്ത്രിയുടെ താല്പര്യങ്ങളും അദാനിയുടെ താല്പര്യങ്ങളും ഒക്കെ സംരക്ഷിക്കുന്നതിന് മാറ്റേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നുള്ള നമുക്കെല്ലാം അറിയുന്നതായിട്ടുള്ള വസ്തുത പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. രാകേഷ് പറഞ്ഞ ഒരു കോണ്ടക്സ്റ്റ് ഉണ്ടല്ലോ. രാകേഷ് പറഞ്ഞ കോണ്ടക്സ്റ്റ് എന്ന് പറഞ്ഞാൽ രാകേഷുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു പ്രവർത്തക എന്നുള്ള നിലയിൽ, ഒരു ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ അവരെക്കുറിച്ച് നല്ലൊരു കാര്യം പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. രാജേഷ് പാർലമെന്റ് മെമ്പറായിരുന്നയാളാണ്. രാകേഷ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ദീർഘകാലം പ്രവർത്തിച്ച ഒരാളാണ്. അയാൾക്ക് ഔദ്യോഗിക രംഗത്തും ഇടപെട്ട് പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിലുള്ള ഒരു ഒപ്പീനിയൻ അല്ല, ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിലുള്ള അഭിപ്രായമല്ല പറഞ്ഞത്. ഇല്ലില്ല, മുഖ്യമന്ത്രി ഏത് കാര്യത്തിലാണ് ഈ ഭാഷയിലല്ലാതെ സംസാരിക്കുന്നത്? പ്രതിപക്ഷ നേതാവിന്റെ ആ ഒരു നിലയിൽ നിന്ന് അദ്ദേഹത്തിന് ഇത്രയും ദിവസത്തിനിടയിൽ മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹം എന്തെല്ലാമാണ് വിളിച്ചു പറയുന്നത്? അദ്ദേഹത്തെ പോലെ ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് വരുമ്പോൾ നിശ്ചയമായിട്ടും കുറച്ചുകൂടെ ഒരു പക്വതയും അല്ലെന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യങ്ങളിൽ കുറെ കൂടെ ഒരു ശ്രദ്ധയുമെല്ലാം ചെലുത്തേണ്ടതല്ലേ? ഇങ്ങനെ